ഇന്നൊരു കുട്ടി ഡേ മൈ ലൈഫാണേ. അങ്ങനെ രാവിലെ എഴുന്നേറ്റാണ്ട് റെഡിയായി നിൽക്കുന്നത് വേറെ എവിടെയും പോകാനല്ല, പ്രിൻ്റൊക്കെ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല മടിയായിരുന്നു കേട്ടോ. ഞാൻ കരുതി ചേച്ചി അമ്മയും കൂടി, ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റൽ വരെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് ആ പ്രിൻ്റ് ഒന്ന് എടുത്തുകൊണ്ട് വരുമെന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അന്നേരം തന്നെ ചേച്ചി ഡയലോഗ് പറഞ്ഞു, നീ ഒരു കാര്യം ഒരുങ്ങി വാ, ഞങ്ങൾ എന്തായാലും ഓട്ടോയിലേ പോകുന്നത്, ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് നീ ആ ഓട്ടോയിൽ പോയി പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഇങ്ങ് വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പ്രിൻ്റും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് അമ്മയും ചേച്ചിയും പറയാം ഇനിയും ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. നമ്മൾ വീട് തുറക്കാനുള്ള താക്കോൽ അമ്മയുടെ കയ്യിലായിരുന്നു കേട്ടോ. അതും മേടിച്ചിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അന്നത്തേക്ക് പണ്ട് എനിക്ക് സ്വഭാവം ഉണ്ടായിരുന്നേ, ഞാനാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ വീട്ടിലെ കതവും വാതിലും എല്ലാ ജനലെല്ലാം പൂട്ടിയിട്ട് വീടിൻ്റെ പുറത്തിറങ്ങിയിരിക്കുക, സിറ്റൗട്ടിൽ ഇറങ്ങിയിരിക്കും കേട്ടോ. അതിപ്പോൾ രാത്രി 8 മണിയായാലും അമ്മയും ചേച്ചിയൊക്കെ വരുന്നവരെ, ഇപ്പോൾ പപ്പയായാലും ആരായാലും വരുന്നവരെ ഞാൻ പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ അകത്തിരിക്കാൻ നല്ല പേടിയായിരുന്നു കേട്ടോ. അന്നേരം ഒരു 4 കൊല്ലം മുന്നേ വരെ അകത്തിരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പുറത്താണ് ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് എൻ്റെ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയുന്നുണ്ട്, സാധാരണ ആൾക്കാർ ആരുമില്ല വീടിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, നീ മാത്രം എന്ത് വീടിൻ്റെ പുറത്തിരിക്കുന്നതെന്ന് പറഞ്ഞേട്ടാ. വീട്ടിൽ വീടിൻ്റെ അകത്ത് കയറി ഇരുന്നുകൊണ്ട് നിനക്ക് എന്തിനാ പുറത്തിരിക്കുന്നതൊക്കെ എപ്പോഴും വഴക്ക് പറയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പുറത്തിരിക്കുന്നതാണ് ഇഷ്ടം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടിപ്പോയാലും ആരെങ്കിലും വിളിക്കാമല്ലോ, ആ ഒരു ഇതായിരുന്നു എൻ്റെ മൈൻഡ് കേട്ടോ അന്നേരം. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചേച്ചി അമ്മ തിരിച്ചു വന്നപ്പോഴത്തേക്കും റംബൂട്ടാൻ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ പറയുന്നത് റംബൂട്ടാൻ വേണം റംബൂട്ടാൻ വേണമെന്ന് കേട്ടോ. അങ്ങനെ റംബൂട്ടാൻ മേടിച്ചു വന്നതാണ്. ഇതിൽ പകുതി മുക്കാൽ ഞാൻ തന്നെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നേ, നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല കുറച്ച് വലിയ റംബൂട്ടാനായിരുന്നു. സാധാരണ റംബൂട്ടാൻ കുഞ്ഞ് റംബൂട്ടാൻ ആയിക്കോട്ടെ നമുക്ക് കഴിക്കാൻ പോലും ഒന്നും കാണത്തില്ല കേട്ടോ അതിനകത്ത്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ.